കേരളത്തിലെ ആത്മഹത്യാ നിരക്കുകൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? അതിന് പല കാരണങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. കുടുംബ ബന്ധങ്ങളിലെ സ്വരച്ചേർച്ചയില്ലായ്മ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ജീവിതം, അങ്ങനെ നിരവധി കാരണങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. 2021 മുതൽ 2025 വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാം. അതിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. 2021 മുതൽ 25 വരെ 5898 പേരും, കൊല്ലത്ത് 4483 എറണാകുളത്ത് 3925 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ മാനസിക ആരോഗ്യം, പ്രതിസന്ധികളെ നേരിടാനായിട്ടുള്ള കഴിവുകൾ, ആത്മബോധമൊക്കെ എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തെ ഇങ്ങനെ എറിഞ്ഞുടയ്ക്കാവുന്ന ഒരു വില കുറഞ്ഞ വസ്തുവായിട്ടാണോ മനുഷ്യർ കാണുന്നത്? ലൈഫ് മിഷന്റെ ഫൗണ്ടർ മിസ്റ്റർ സുനിൽ ഡി കുരുവിള ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. മാനസിക ആരോഗ്യ കാര്യങ്ങളിൽ യാതൊരു ചിന്തയും നമ്മുടെ സമൂഹത്തിലില്ല. ഇപ്പോൾ ഒരു കാലത്ത് മതങ്ങൾ പോലും മനുഷ്യനെ കൂടുതൽ കരുത്തരാക്കാനുള്ള പ്രക്രിയകളാണ് ചെയ്തിരുന്നത്. അത് ആത്മീയ ബോധനത്തിലൂടെ ആയാലും ജീവിതം പഠിപ്പിക്കുന്നതിലൂടെ ആയാലും ശരിയായ രീതിയിലുള്ള വ്യക്തിത്വ രൂപീകരണം, ആത്മീയത, ഇതൊക്കെ മനുഷ്യനെ കൂടുതൽ കരുത്തനാക്കിയിരുന്നു. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളോടും മതങ്ങൾക്കൊന്നും ഫലപ്രദമായി പ്രതികരിക്കാൻ പറ്റുന്നില്ല. രാഷ്ട്രീയമാണെങ്കിൽ മുഴുവൻ അഴിമതിയാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് കുടുംബത്തിൽ അവർ ആഗ്രഹിക്കുന്ന ലഭിക്കുന്നില്ല, സമൂഹത്തിൽ ആഗ്രഹിക്കുന്ന ലഭിക്കുന്നില്ല, തൊഴിലില്ലായ്മയുണ്ട്. പിന്നെ ഒരു നല്ല പഠിപ്പീരില്ലാത്തത് കൊണ്ട് അച്ചടക്കത്തോടു കൂടി ജീവിക്കാനോ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു മിതത്വം പാലിക്കാനോ ഒന്നും കഴിയാത്ത മനുഷ്യർ. അപ്പോൾ ഇതെല്ലാം പലതരത്തിലുള്ള ഒരു എന്താ പറയുക, ജീവിതം വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായൊരു പ്രശ്നം, നമ്മളിങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ ഇവരെല്ലാം ചെറിയ പ്രായം മുതലേ മാനസികമായ പക്വതയോ വൈകാരിക പക്വതയോ സ്വഭാവമോ മൂല്യങ്ങളോ ഒന്നും കരുത്തുള്ളവരല്ല. അപ്പോൾ ഇതിന് എതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. ഞാൻ 26 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്കൊന്നും പ്രവർത്തിക്കാനുള്ള ഒരു വേദി പോലും തരാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. മനസ്സിലായി? ഇപ്പം നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടില്ലേ, ആദരിക്കുന്നതൊക്കെ ആരെയാണ്? കണ്ട അഴിമതിക്കാരനെയും പിന്നെ കച്ചവടക്കാരനെയും ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് ഈ നമ്മൾ അനുമോദിക്കുന്നത്. അല്ലാതെ ഈ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരിയായ ഒരു ദർശനം വഴികാട്ടാൻ കഴിയുന്ന ഗുരുക്കന്മാരെ, വഴി തിരിച്ചുവിടാൻ കഴിയുന്ന സാമൂഹിക പ്രവർത്തകരെ, സമൂഹത്തിൽ ഇത്തരത്തിലൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്നവരെ, ഇങ്ങനെയുള്ളവരൊന്നും ആരും, അവരെയൊക്കെ അവഗണിക്കുകയാണ്. ഒരുപക്ഷെ അവരൊക്കെ ഒരു വാക്ക് പറയാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും മൈക്ക് സെറ്റുകാരൻ മാത്രമേ അവിടെ കാണുള്ളൂ. എല്ലാവരും സെലിബ്രിറ്റിയുടെയും പിന്നെ ഈ രാഷ്ട്രീയക്കാരൻ്റെയും സ്റ്റാറുകളുടെയൊക്കെ പുറകിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വഴിതെറ്റി പോകുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണിത്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകാത്തിടത്തോളം കാലം ഇതൊരു വിഷയമായിട്ട് ആർക്കും തോന്നുമില്ല. വേറൊരു വലിയ പ്രശ്നം, ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാളും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ആത്മഹത്യ ചെയ്തതിന് തുല്യമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യർ ഓരോ കുടുംബങ്ങൾക്കുള്ളിലുമുണ്ട്. ഒരു ആത്മഹത്യ ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിന്നെ ഇത് ക്വാളിഫൈ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ മരിച്ചതിനേക്കാളും ഭീകരമായിട്ടാണ് അവരുടെയൊക്കെ ജീവിതം. പല കുടുംബങ്ങളിനകത്തേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ അവിടെയൊക്കെ കൂരിരുട്ടാണ്. പിന്നെ ഇപ്പോൾ പുതിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്, ഈ വിദേശ രാജ്യത്തേക്ക് കടമെടുത്തുകൊണ്ട് പോകുന്ന കുട്ടികളും അവരുടെ കുടുംബങ്ങളും പുതിയൊരു വലിയ ക്രൈസിസിലേക്ക് നീങ്ങുകയാണ്. ഇനി അടുത്തൊരു 10 വർഷം നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ട്രാജഡി ഇത്തരത്തിലുള്ള ട്രാജഡികളാണ്. കാരണം 50 ലക്ഷമൊക്കെ എടുത്ത് വിദേശത്ത് ചെല്ലുന്നു, അവിടെ ചെന്നിട്ട് അവിടെ രക്ഷപ്പെടുന്നില്ല, ആ കടവുമായിട്ട് അവർ തിരിച്ചു വരേണ്ട വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പുതിയ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുട്ടികൾ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വഴിതെറ്റലുകൾ, ഇപ്പം വഴിതെറ്റിക്കഴിഞ്ഞിട്ട് അത് മൂടി വയ്ക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട്. അതുപോലെ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പുതിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതിനോടൊന്നും പ്രതികരിക്കാതെ സഭയും സമൂഹവും
രാഷ്ട്രീയവും ഒക്കെ മറ്റ് ഫാൻസി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പഠനങ്ങൾ ഇതൊക്കെയാണ്.